അപ്പൊ ദിലീപിന് ഇന്നലെ റിലീസ് ആയിട്ടുള്ള ബബ്ബ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ഭാഗത്ത് ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നപ്പോൾ മറുഭാഗത്ത് എന്ത് വില കൊടുത്തും ഈ സിനിമ കാണുമെന്നും പറഞ്ഞ് ചിലർ വന്നു എന്നുള്ളതാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്നലത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. എനിവേ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി കഴിഞ്ഞ ഡിസംബർ 8 വന്നതിന് ശേഷം അതിലെ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുന്നതിന് മുമ്പെയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഒരു ബ്രില്യൻസ് ആണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഘടകം എന്താണ്? ആ സിനിമ കൂടുതലായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇന്ന് അതിന് മുന്നോടിയായിട്ട് പല സിനിമകളും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്, ഇന്റർവ്യൂസ് സംഘടിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ പല മാളുകളിലും പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്തിനാണത്? ആ സിനിമ കൂടുതലായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ ബബ്ബക്ക് അതിന്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. ഇതൊരു ദിലീപ് സിനിമ ആയതുകൊണ്ട് തന്നെ പൊതുജനം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവർക്ക് കൂടുതൽ പ്രൊമോഷൻ വേണ്ടി വന്നില്ല. നമുക്ക് പറയാം, കഴിഞ്ഞ 10 ദിവസമായിട്ട് ദിലീപിനെ കുറിച്ച് മാത്രമേ സോഷ്യൽ മീഡിയക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അതിനിടയിൽ ഒരു ദിലീപ് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അതിന് സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ പോകുന്ന ഹൈപ്പ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു പ്ലാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് അവർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇവർ വിചാരിച്ച പോലെ തന്നെ സിനിമക്ക് വമ്പൻ ഹൈപ്പ് കിട്ടി. ഒരു തരത്തിൽ നോക്കിയാൽ ഇതൊരു നെഗറ്റീവ് സ്ട്രാറ്റജി ആണെങ്കിൽ കൂടിയും ഒരുപാട് സാധാരണക്കാരിലേക്ക് ഈ സിനിമ എത്തി എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യത്തെ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ വന്നത് 1 ലക്ഷത്തിൽ പരം ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ. അതുപോലെ തന്നെ ഈ സിനിമ ആദ്യത്തെ ദിവസം 600-ൽ പരം ഹൗസ്ഫുൾ ഷോസ് ആണ് കളിച്ചത്. ആദ്യ ദിനം തന്നെ ഈ ലെവലിലേക്ക് ഈ സിനിമ മാറിയതിൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിധി നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മോഹൻലാലിന്റെ ക്യാമിയോ റോൾ രണ്ടും കൂടെ ആയപ്പോ സിനിമക്ക് അങ്ങോട്ട് ആളുകൾ അടിച്ചു കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഫസ്റ്റ് ഡേ ഓൾ ഓവർ ഒരു ആവറേജ് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടം നമുക്ക് അങ്ങനെ നല്ല രസത്തിൽ കണ്ടിരിക്കാമെന്നല്ലാതെ നല്ല അടിപൊളി പടം എന്ന് പറയാനില്ല, എന്നാൽ വളരെ മോശം പടം എന്നും പറയാനില്ല. നമുക്കൊരു വൺ ടൈം ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് സിനിമ കാണാം, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് പാലക്കാട് ഈ സിനിമയുടെ പോസ്റ്ററിന് മുകളിൽ ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിച്ചു തരാം. പാലക്കാട് മുന്നോട്ട്, പാലക്കാടിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ, കൊട്ടേഷൻ മാഫിയ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കുക, നമ്മൾ അവളോടൊപ്പം. ശരി, ഇതുപോലുള്ള നോട്ടീസുകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, പബ്ലിക്കായി പൊതുജനം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്ത് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അങ്ങനെയുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങളൊന്ന് കണ്ടു. കാണോ ശരിക്കും ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എപ്പോഴോ നിർത്തിയതാണ് ആ ഒരു ഇഷ്യൂവിന് ശേഷം. എനിക്ക് എൻ്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട്. ആൻഡ് ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നുമില്ല. കാണാണ്ടിരിക്കുക, അത് പേഴ്സണൽ ഒപ്പീനിയൻ. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ വിൽ നോട്ട് വാച്ച് ഇറ്റ്. നമ്മുടെ മലയാളികളുടെ ഒരു ലൈഫിന്റെ പാർട്ടാണല്ലോ ദിലീപ് സിനിമകൾ, പഴയ സിനിമകൾ. അപ്പൊ അതങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രതിഷേധം ഇല്ല, അങ്ങനെ ഒരിക്കലും മാറ്റി. ഇപ്പൊ നമ്മൾ ഒരു ടി വി വെച്ചാൽ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ നേരത്തെ, ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ നേരത്താണ് ടി വി കാണുന്നത്. അപ്പൊ ഈ കാണുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഇപ്പൊ കൈരളിയിലായാലും ഏഷ്യാനെറ്റ് മൂവീസിൽ അങ്ങനെ ഏത് ചാനൽ എടുത്താലും ഒന്നെങ്കിൽ നമ്മുടെ ഈ പഴയ പഞ്ചാബി ഹൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊന്നും കാണാറില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, മൈ പേഴ്സണൽ സ്റ്റാൻഡ്. ഇപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ ഹേമ കമ്മിറ്റി ഒക്കെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെയും അതിൽ ആരോപിതരായ കുറെ പേരുടെ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ട് വിജയിപ്പിച്ചു. ഇപ്പൊ സിദ്ദീഖ്, മുകേഷ്, അതുപോലെ ഡയറക്ടേഴ്സ് പാർട്ടായിട്ടുള്ള കുറെ സിനിമകൾ. അപ്പൊ അതെല്ലാം ഇത് ഈ ഒരു സ്റ്റാൻഡ് അവരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയില്ല, നമ്മുടെ ഈ സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ചവർ പോലും ഒരുപാട് പേരുണ്ട്, കുറ്റാരോപിതരായിട്ടുള്ളവരാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു ഫാക്ടർ വരുമോ? എങ്ങനെ മൈ പേഴ്സണൽ സ്റ്റാൻഡ്, എനിക്ക് ആ ഒരു വിഷയത്തോട് എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുണ്ടാവില്ല. ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നു ആ ഒരു ഇതിൽ നിന്ന്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലെ എന്താ പറയാ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകളും ഒഴിവാക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞ് എന്റെ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എന്റെ എത്തിക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ ചെയ്യുന്നു. ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് തന്നെയാണ് അവൾക്കൊപ്പം എന്നുള്ള രീതിയിൽ ഉറപ്പായും അവൾക്കൊപ്പം. ഈ രീതിയിൽ ഈ സിനിമയെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്ത് വന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇതുവരെ കണ്ട ദിലീപ് സിനിമകൾ കണ്ടു, പക്ഷെ ഇനി അങ്ങോട്ട് ദിലീപ് സിനിമകളൊന്നും കാണില്ല എന്ന് ശക്തമായി തീരുമാനമെടുത്ത ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കമന്റുകൾ അത്തരത്തിൽ വരുന്നുണ്ട്. ഈ സിനിമ കാണുന്നതും കാണാതിരിക്കുന്നതും
കാണിക്കുന്നതുമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ഒരാൾ ഞാനൊരു കാരണവശാലും ബബ്ബ കാണില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഫോഴ്സ് ചെയ്തുകൊണ്ട് സിനിമ കാണിപ്പിക്കാനൊന്നുള്ള അവകാശമില്ല. അതുപോലെ തന്നെ ഒരാൾ ഞാൻ ഇനി ഏത് വിധേനയും ഈ സിനിമ കാണുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും അയാളെ പിന്തിരിപ്പിക്കാനുമുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്നതും കാണാത്തതും ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സിന് വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യാനും ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്യുന്നവർ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യും തോറും ഈ സിനിമ കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണല്ലോ. അതായത് എന്തൊരു കാര്യം മലയാളികളോട് ചെയ്യരുത് എന്ന് പറഞ്ഞോ ആ കാര്യങ്ങൾ തന്നെ മലയാളികൾ ചെയ്യും. ഒരു തരം ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് മലയാളികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സിനിമ കാണരുത് എന്ന് മലയാളികളോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരത് ഉറപ്പായിട്ടും കണ്ടിരിക്കും. എമ്പുരാൻ ഒരു ഉദാഹരണമാണല്ലോ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ബോയ്ക്കോട്ട് ആഹ്വാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ സിനിമക്ക് ആൾക്കാർ അടിച്ചു കയറാൻ തുടങ്ങി. സിനിമ വലിയ അടിപൊളി അല്ലെങ്കിലും ഇനീഷ്യൽ ഹൈപ്പിൽ സിനിമ കോടികൾ വാരി. അത് തന്നെയായിരിക്കും എവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഈ ബോയ്ക്കോട്ട് ആഹ്വാനം കാരണം ഫസ്റ്റ് ഡേ തന്നെ സിനിമക്ക് റെക്കോർഡ് ബുക്കിംഗ് കിട്ടി, കുറെ ഹൗസ്ഫുൾ ഷോസ് കിട്ടി. ഇതിൽ പരം മലയാളികളുടെ മനസ്സ് മനസ്സിലാക്കാൻ എന്താണ് വേണ്ടത് അല്ലെ? ഇനി ഇതേ വിഷയത്തിൽ തന്നെ ഈ സിനിമയെ പിന്തുണച്ചുകൊണ്ട് ചിലരും രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരിൽ ഒരാളുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടോക്കാം. ദിലീപുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കുറ്റമുക്തനാക്കിയതിനു ശേഷമുള്ള ആദ്യ ചിത്രമാണ്. സത്യത്തിൽ ഈ ഒരു കേസും ഈ ഒരു ചിത്രവുമായി കൂട്ടിക്കലർത്തേണ്ടതുണ്ടോ? ഒരു ചോദ്യം അതുകൂടാതെ ചിലർ പറയുന്നു ഈ ചിത്രം ദിലീപിന്റെ ചിത്രം ഇനി കാണരുത് എന്നും പറയും. ഈ പറയുന്ന രണ്ട് കാര്യത്തിലും ഞാൻ യോജിക്കില്ല. കാരണം ഞാനൊരു സിനിമ ലവറാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നതാണ്. ഇങ്ങനെ ഇവർ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പണ്ട് ജഗതിയെ ബഹിഷ്കരിക്കാൻ പറയണം. ജഗതി ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിധി കൊണ്ട് കൊടുത്തരി. പക്ഷേ ഞാൻ പറയുന്നത് സിനിമയിൽ ഞാൻ ഈ പറയുന്ന പോലെ അതിജീവിതയെ ഞാൻ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഇത് ദിലീപിന് മാത്രം വർക്ക് ചെയ്യുന്ന സിനിമയല്ല. ദിലീപ് ആകെ അഭിനയിച്ച് ദിലീപിനെ ഡയറക്ട് ചെയ്ത് ദിലീപിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആകെ അഭിനയിക്കുന്ന സിനിമ. ഇതിൽ മോഹൻലാലുണ്ട്, ഈ പറഞ്ഞുള്ള വിനീതുണ്ട്, ധ്യാനുണ്ട്, ഒരു കൂട്ടം കലാകാരന്മാർ ചെയ്ത് കൊണ്ടുവന്ന സിനിമയാണ്. ദിലീപ് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സിനിമകൾ ചെയ്തു. ആ സിനിമകളൊക്കെ ഫ്ലോപ്പായി. ഇപ്പം ഈ പറയുന്നവർ ഈ പറഞ്ഞ ഞാൻ പേര് പറയുന്നത് ആ ആക്ട്രസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഹണ്ട്. എത്ര പേര് വന്ന് സപ്പോർട്ട് കൊടുക്കാൻ തിയേറ്ററിൽ കണ്ടു? അതൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ ദിലീപ് കൊട്ടേഷൻ കൊടുത്തെന്ന് പറയപ്പെടുന്ന ആക്രമിക്കപ്പെട്ട നടി ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഹണ്ട് എന്നെങ്ങാനുമാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ ഇറങ്ങിയത് പോലും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും പലരും അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. എന്തായാലും ഈ നടിയുടെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയപ്പോ ഈ അവൾക്കൊപ്പം ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്ത് നടക്കുന്ന ആളുകൾ എത്ര ആളുകൾ ആ സിനിമ കണ്ട് വിജയിപ്പിച്ചു കൊടുത്തു? എന്റെ വീഡിയോ കാണുന്നവരിൽ ഒരാളെങ്കിലും അങ്ങനെ പറയാനുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, പറയും പറ്റും പറയണല്ലോ. ഒരു വ്യക്തി ചെയ്ത കാര്യം വെച്ച് അതിനെ ദേഷ്യം ഒരു സിനിമയോട് തീർക്കുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ്. അതിൽ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ലല്ലോ ഉള്ളത്. മോഹൻലാൽ ഉണ്ട്, മറ്റു പല ആക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിനിമയിൽ അണിയറ പ്രവർത്തകരിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. ഇതിപ്പോ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുക വഴി പലരും ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ദിലീപിന്റെ 1-2 സിനിമകൾ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ ദിലീപിന് സിനിമകളിൽ അവസരങ്ങൾ കിട്ടുന്നത് കുറയും. അത് കുറയുക വഴി ദിലീപിന് ഫണ്ട് കിട്ടുന്നത് കുറയും. അങ്ങനെ ദിലീപ് കുത്തുവാളെടുക്കും എന്നൊക്കെയാണ് പലരും കരുതി വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ദിലീപിന് ഇവിടെ ഇനി സിനിമകൾ അവസരം കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ തീരുമാനിക്കണം. അവരാണ് അവസരങ്ങൾ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും. നമ്മൾ ഇനി അങ്ങോട്ട് ദിലീപ് സിനിമകൾ എത്ര ബോയ്ക്കോട്ട് അടിച്ചാലും സിനിമാ മേഖലയിലുള്ളവർ ദിലീപിന് അവസരം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ദിലീപിന് അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇങ്ങനെ പറയാനുള്ള ബാക്കി കേട്ടോക്കാം. കണ്ടില്ല ഈ പറയുന്നവരെങ്കിൽ അവരഭിനയിച്ച സിനിമകളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കാണില്ല. അങ്ങനെ കാണൂല. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുമൊക്കെ ചെയ്യാം. പക്ഷേ സിനിമയോട് അത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കലയെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ദിലീപിനടുത്ത് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കാം. അല്ലാതെ ബഹിഷ്കരിക്കാനൊന്നും ഉത്തരവ് കൊടുക്കാൻ ആർക്കും അധികാരമില്ല. കാരണം രാമലീല പണ്ട് ബഹിഷ്കരിക്കാൻ ഉത്തരവ് കൊടുത്തിട്ട് എന്തായി? ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമയാണ്. ഞാൻ സിനിമയെ സ്നേഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഒരു ദിലീപ് സ്നേഹി ആയതുകൊണ്ടല്ല. ഞാൻ സിനിമയെ അത്രയധികം സ്നേഹിക്കുന്നു. സിനിമയെ ആര് ബഹിഷ്കരിക്കാൻ നിന്നാലും പറ്റില്ല. ഇപ്പോൾ IFFKയിൽ കുറേ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് സെൻസർ ബോർഡിൽ, എന്നിട്ട് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നില്ലേ? എപ്പോഴും സിനിമയ്ക്കെതിരെ ഇപ്പോൾ ആര് കാണരുത് അല്ലെങ്കിൽ അതിനൊരു ഒപ്പോസിഷൻ ഉണ്ടായ ആൾക്കാർ വന്ന് കാണരുത് തന്നെ ചെയ്യും. നിങ്ങൾ ആ വ്യക്തി എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ അയാൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, അതുകൊണ്ട് സിനിമ കാണാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. ഓക്കെ, ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം കുറെയൊക്കെ ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി ചെയ്ത കാര്യം വെച്ച് ഒരു ടീം വർക്കായി ചെയ്യുന്ന സിനിമയെ മൊത്തത്തിൽ ബഹിഷ്കരിക്കുന്നത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും ഒരാളെ വെച്ച് അളക്കേണ്ട അളവുകോലല്ലല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണുക, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക. ഈ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങളൊക്കെ നിർത്തുക. അത് ഈ സിനിമക്ക് കൂടുതൽ ഹൈപ്പ് കൊടുക്കത്തേ ഉള്ളൂ. ഈ സിനിമയോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വല്ലാണ്ട് മൈൻഡ് ചെയ്യാതെ വിട്ടു നോക്കി ഒരു സമയം കഴിഞ്ഞാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിക്കോളൂ. കാരണം അതിലുള്ളതോ ഈ സിനിമയേ ഉള്ളൂ.
അല്ലാണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ സംഭവമാക്കും തോറും ഈ സിനിമക്ക് ഹൈപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതോടെ എന്ത് സംഭവിക്കും? വാശിക്ക് കുറെ ആളുകൾ ഈ സിനിമക്ക് കണ്ട് അടിച്ചു കയറി കാണും. അത് നിങ്ങൾ അനാവശ്യമായി സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആയി പോകും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇനി ഒരിക്കലും ദിലീപിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലെ? ഈ നടിയെ ആക്രമിച്ച വിധി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ദിലീപിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരാരും ഒരു കാരണവശാലും ഈ സിനിമ പോയി കാണരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ സിനിമ കാണാൻ പോകുന്ന എന്തിനാണ്? ഒരു നേരത്തെ മനസമാധാനത്തിനും ഒരു നേരത്തെ ടൈം പാസിനും വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ദിലീപിന്റെ മുഖം കാണുമ്പോൾ മനസ്സിൽ വെറുപ്പ് വരുന്ന ആളുകൾ മനസമാധാനം ആഗ്രഹിച്ചു ഒരിക്കലും ദിലീപ് സിനിമക്ക് കയറാതിരിക്കുക. അങ്ങനെയുള്ള ആളുകളോട് ഈ സിനിമക്ക് പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഈ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിൽ ശ്രീദേവി അറക്കലിന്റെ പ്രതികരണം ഇപ്പൊ വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം. അയാളൊക്കെ എന്തോന്ന് മഹാനാടൻ. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അത് ശരി, മോഹൻലാൽ ഇപ്പൊ നിലപാടില്ലാത്തവനായി മാറി അല്ലെ? എന്തിനാണ് ദിലീപ് സിനിമകളിൽ അഭിനയിച്ചത്? ഇവിടെ നിലപാട് നോക്കി ജീവിക്കാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ജേർണലിസ്റ്റ് ഒന്നുമല്ലല്ലോ, സിനിമാ നടനല്ലേ. ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കാൻ അവസരം വരുമ്പോ അങ്ങ് അഭിനയിക്കുക എന്നുള്ളതാണ്. അത് അവരുടെ തൊഴിലാണ്. അവിടെ നിലപാട് നോക്കി ജീവിക്കുകയാണെങ്കിൽ പിന്നെ അടുപ്പിലെ കഞ്ഞി വേവൂല. എന്തായാലും വാക്യം നോക്കാം. അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. അല്ല, ഈ ഒരു സിനിമയിലൂടെ ജനപ്രിയത കൂടുതൽ കൂട്ടാനായിട്ട് ലാലേട്ടന്റെ കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ജനപ്രിയത കുറയും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. എന്ത് കുറയും? ലാലേട്ടൻ ഒരു ജനപ്രിയതയും ഇവിടെ കുറയാൻ പോകുന്നില്ല. അങ്ങനെ കുറയണമെങ്കിൽ എന്നേ കുറയേണ്ടതാണ് അല്ലെ? ഇതിനും വലിയ പ്രതിസന്ധികൾ ലാലേട്ടനെ തേടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ കൊല്ലത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലെ? സിനിമാ മേഖലയിലെ പല പ്രമുഖരും എക്സ്പോസ്ഡ് ആയി. അന്ന് ലാലേട്ടനെ കുറിച്ച് പോലും പല അഭ്യൂഹങ്ങൾ പരക്കുകയുണ്ടായി. സിനിമാക്കാരുടെ സംഘടനയായിട്ടുള്ള അമ്മ വരെ പിരിച്ചു വിടേണ്ടി വന്നു. അന്ന് ലാലേട്ടന്റെ ഭാവി തുരാശിലാകുമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം ലാലേട്ടന് തന്നെ രംഗത്ത് വന്ന് ഇതിനെതിരെ സംസാരിക്കേണ്ടി വന്നു അല്ലെ? അന്ന് ലാലേട്ടൻ വീണില്ല. ആ വീഴാത്ത ലാലേട്ടൻ ദിലീപ് സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ട് വീണു പോകുമെന്ന് കരുതുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ലാലേട്ടന്റെ ജനപ്രിയതയൊന്നും ഇനി ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നിടത്തോളം കാലം മാറാൻ പോകുന്നില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. എന്തായാലും ശ്രീലക്ഷ്മി ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ലാലേട്ടനെതിരെ ഇപ്പൊ എന്തോരം പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അവരൊക്കെ ഭാഗമായ സിനിമകൾ ഞാൻ കാണും, പക്ഷെ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിനെ സിനിമയിൽ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവൂ. ശരി, ദിലീപിനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഇവിടെ മലയാള സിനിമ ലോകോത്തര നിലവാരമായി മാറിയത് എന്നുള്ളതാണ് ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞു വെക്കുന്നത് അല്ലെ? അല്ലാതെ ഇവിടെ നല്ല നല്ല പുതിയ പുതിയ ടെക്നീഷ്യന്മാർ വന്നത് കൊണ്ടല്ല, ദിലീപിനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടാണ്. ഇവിടെ ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. നല്ല ആനപ്പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഈ പറയുന്ന ദിലീപ്. വ്യക്തിവൈരാഗ്യം കാരണം പലരുടെയും സിനിമയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്നത്. സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി പലരുടെയും കരിയർ വരെ ദിലീപ് തുറച്ചിട്ടുണ്ട്, പലരെയും ഫീൽഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി ദിലീപ് മാറി നിന്നത് കൊണ്ടാണ് മലയാള സിനിമ ലോകോത്തര നിലവാരത്തിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ദിലീപ് ഉണ്ടായിരുന്ന കാലത്തും ദിലീപ് പോയ കാലത്തും മലയാള സിനിമക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നു. അത് അന്നും ഇന്നും എന്നും കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പണ്ട് മലയാളത്തിൽ നല്ല കോമഡി സിനിമകളായിരുന്നു വന്നതെങ്കിൽ ഇന്ന് മലയാളത്തിൽ വരുന്നത് ഫുള്ളും ഇൻവെസ്റ്റിഗേഷൻ ജോണർ സിനിമകളാണ്. കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമകളാണ്. അത് മലയാളികളുടെ കാഴ്ചപ്പാട് മാറിയത് കൊണ്ടാണ്. സിനിമയെ കുറിച്ച് പഠിച്ച ഒരുപാട് നല്ല ടെക്നീഷ്യന്മാർ മലയാള സിനിമയിലേക്ക് വന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ദിലീപ് വന്നതും പോയതൊന്നുമല്ല. അല്ലെ, ഞാനിതൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ദിലീപ് സപ്പോർട്ടർ ആണെന്ന് ആരും കരുതേണ്ട കേട്ടോ. ഞാൻ ഇന്നും ദിലീപിനെതിരെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ റിയാലിറ്റിയിൽ നിന്ന് സംസാരിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കേട്ടോ. വേടനെതിരെ ശ്രീലക്ഷ്മി സ്വീകരിച്ചത് മാത്രമേ നിൽക്കത്തുള്ളൂ. അതും ഇവർ ഒരേ സമയം ആരെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ആരെയും പോയി തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇടാൻ വേണ്ടി അല്ല, അതിജീവിതക്കെതിരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഡിഫെയിം ചെയ്യാൻ ഒന്നും PR ഒന്നും കൊടുത്തിട്ടില്ല. വേടൻ കോർട്ട് പ്രൊസീജിയറിന്റെ അകത്ത് തന്നെയാണുള്ളത്. വേടൻ മീഡിയസിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തി മുന്നേറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെയുള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കുക. ഒന്നിലധികം കുറ്റാരോപണം വന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് വേടന് ഒന്നിലധികം കുറ്റാരോപണം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചിയുടെ നിലപാടെന്ന് പറയുന്നത്. ഒന്നിലധികം പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വേടനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതെന്ത് തരം നിലപാടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല.
വേടൻ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ സ്വന്തം ആളാണ്, അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ദിലീപ് എന്ന് പറയുന്ന സ്വന്തം ആളല്ലല്ലോ, അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ദിലീപിനെതിരെ നിലപാടെടുക്കുന്നവർ തീർച്ചയായും വേടനെതിരെ നിലപാടെടുക്കണം. രണ്ടുപേരും സമൂഹത്തിന് മുന്നിൽ ചെയ്തത് ഒരേ തരം കുറ്റം തന്നെയാണ്. വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേടനെതിരെ ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വന്നു കഴിഞ്ഞു അല്ലെ. അവരോടൊക്കെ വേടൻ ചെയ്ത ക്രൂരതകൾ പലരും രംഗത്ത് വന്ന് പറഞ്ഞും കഴിഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ വേടന് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണല്ലോ. പക്ഷെ ദിലീപിന്റെ കാര്യം വരുമ്പോൾ മാത്രം നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. പിന്നെ അതിനിടയ്ക്ക് ശ്രീലക്ഷ്മി അറക്കൽ അഖിൽ മൈരാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതെന്തിന്റെ ബേസിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ദിലീപിനെ ഭയങ്കരമായിട്ട് അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 2 ദിവസം മുമ്പേ അഖിൽ മാരാർ ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിജീവിതയെ ഭയങ്കരമായി വിക്ടിം ബ്ലെയിം ചെയ്തുകൊണ്ട്. ആ പോസ്റ്റ് ഞങ്ങൾക്ക് ഞാനൊന്ന് വായിച്ചുതരാം. കഷായം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മയെ അതേ മനസ്സുമായി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കുടുംബത്തെ മുഴുവൻ കൊന്ന ജോളിയുടെ മനസ്സുമായി സ്ത്രീരൂപം അണിഞ്ഞ കുറെ എണ്ണം കോടതി വിധി വന്ന ശേഷം 8 വർഷം മുമ്പ് മെനഞ്ഞെടുത്ത കഥയുടെ ബാക്കി ഭാഗമായി ഇറങ്ങിയിട്ടുണ്ട്. നടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദിലീപിനെതിരെ സംസാരിക്കുന്നവരെ കുറിച്ചാണ് അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത്. അവർ ഉപമിക്കുന്നത് തന്നെ കഷായം ഗ്രീഷ്മക്കും ജോളിക്കും ഒക്കെയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഇവനൊക്കെ നിലവാരം എന്താണെന്നുള്ളത്. ബാക്കി വെച്ച് നോക്കാം. മാധ്യമ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിച്ച് ഇവളുമാരെ പിന്തുണച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഉണ്ട്. അവർ ഞാൻ പറയുന്ന സത്യം അറിയണം. കേരളത്തിലെ സ്ത്രീകളെ മുൻനിർത്തി ഒരിക്കൽ ശബരിമല തകർക്കാൻ ഇറങ്ങിയ അതേ ജന്മങ്ങൾ, നമ്മുടെ പുതുതലമുറയിലെ പെൺകുഞ്ഞുങ്ങൾ ഭാവി തകർക്കാൻ ചുമ്മന സമരവുമായി ഇറങ്ങിയ അതേ ജന്മങ്ങൾ, അയ്യപ്പൻ എന്തിനാ ഞങ്ങളുടെ കാലിന്റെ ഇടയിൽ നോക്കുന്നത് എന്ന ഫ്ലെക്സ് ബോർഡ് പിടിച്ച അതേ ഫെമിനിസ്റ്റുകൾ കുടുംബത്തിന്റെ ധാർമ്മിക വികാരം മുതലെടുത്ത് ഒരുവനെ തകർക്കാൻ ഇറങ്ങിയാൽ വിട്ടുകൊടുക്കണോ? കേരളത്തിൽ ഈ വർഷം 2486 ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതി നൽകാതെ പോയത് വേറെ. ഇവളുമാരിൽ ആരെങ്കിലും ഒരാൾ നാളിതുവരെ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിൽ അതിജീവനത്തിനായി ബുദ്ധിമുട്ടുന്ന ദിവസേന കൂലിവേല ചെയ്തും തൊഴിലുറപ്പ് ചെയ്തും കുടുംബം നോക്കുന്ന സ്ത്രീകളെ കണ്ടാൽ ഇവളുമാരൊന്ന് ചിരിക്കുമോ? ജനിച്ചു വീണ കുഞ്ഞിന് മാരഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയിൽ പിറന്ന മക്കളെ പൊന്നുപോര് നോക്കി ജീവിക്കുന്ന അമ്മമാരുടെ പോരാട്ടം ഇവളുമാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ ആദ്യത്തെ പീഡനം ഒന്നുമല്ല ഇത്. പീഡനം നടന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ പീഡനത്തിന്റെ കണ്ടന്റ് ഒരു തേയില കമ്പനി പരസ്യമാക്കി നടിയോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വാങ്ങി അവരത് ചെയ്തു. ഇപ്പോൾ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. കഴിഞ്ഞ 2 മാസം മുമ്പ് അമേരിക്കൻ ഷോ കഴിഞ്ഞു വന്ന നടി എന്തോ അന്ന് മുതൽ ജീവിതം തകർന്ന് തരിപ്പണമായി കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറെ എണ്ണം ആദ്യം പോയി സ്ത്രീകളുടെ യഥാർത്ഥ പോരാട്ടം തിരിച്ചറിയാൻ പഠിക്കി. അപ്പൊ ഈ നടി നടത്തുന്ന പോരാട്ടമൊന്നും യഥാർത്ഥ പോരാട്ടം അല്ല എന്നുള്ളതാണ് അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത്. ഒക്കെ ഈ നടി ദിലീപിനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥകളാണ് എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ സംസാരം. അല്ല, അഖിൽമാരാർ അടക്കമുള്ള ആളുകളല്ലേ കോടതി വിധിയെ മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാർ. അതേ കോടതി തന്നെയാണ് അഖിൽമാരാരെ നടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം പൊതുജനത്തോട് പറഞ്ഞത്. അതെന്താ അഖിൽമാരാരും വിശ്വസിക്കാൻ ഇത്ര മടി? ഇവനൊക്കെ പയാസയുടെ ചിന്താഗതി എത്രത്തോളാണെന്നുള്ള എനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ബാക്കി വായിച്ചു നോക്കാം. എന്തായാലും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിൽ ഇത് മനസ്സിലാക്കാം. ഇത് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമൊന്നുമല്ല, അവൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ഈ തെണ്ടിക്ക് എങ്ങനെ ധൈര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നാണമില്ലടോ തനിക്കൊക്കെ. ഞാൻ എങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ സംസാരിച്ച് പോവാണ് ഇവന്റെ പോസ്റ്റ് കാണുന്ന സമയത്ത്. ബാക്കി വായിച്ചു നോക്കാം. എന്തായാലും എന്നാൽ കേവലം ദിലീപിനെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇവർക്ക് പിന്നിൽ. ആരാണ് ഈ ഫണ്ട് ഇവർക്ക് കൊടുക്കുന്നത്? ഇവളുമാരുടെ ഒരു നീക്കത്തിലും മാനവും മര്യാദക്കും കുടുംബം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ പോലും പോയി VLA എന്ന് അപേക്ഷിക്കുകയാണ്. എന്താണ് ഈ മാനവും മര്യാദവും? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഒരു പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതാണോ മാനവും മര്യാദവും ഇല്ലാതെ പ്രവൃത്തി എന്ന് പറയുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഉളുപ്പില്ലല്ലോ അഖിൽ ഇങ്ങനെയൊക്കെ പറയാൻ. ബാക്കി വെച്ചോക്കുന്നാലും കോടികൾ സമ്പാദിച്ച അതിജീവിതയ്ക്ക് കേസ് നടത്താൻ പണമില്ലെന്ന് പ്രചരിപ്പിക്കുന്നത് ഏത് വിധേനയും ഒരു പിരിവിനുള്ള വക തപ്പിയാണ്. നാട്ടുകാരുടെ പണം പിരിച്ച് പുട്ടടിക്കാൻ കേമിയായ കല്ലിങ്കൽക്കാരി ആണല്ലോ കൂടെ ഉള്ളത്. ഇവിടെ ആരും നടിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ടില്ല, ഇനി അവരെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് പരത്താൻ നോക്കലാക്കിൽമാരാറെ. ഭാര്യയെ ഉപേക്ഷിച്ച് നടിയെ ഉപദ്രവിച്ച ക്രൂരനായ ദിലീപ്. ഈ കഥ ആര് സൃഷ്ടിച്ചതാണെങ്കിലും അതിൽ ആരൊക്കെ അഭിനയിച്ചു എന്നും കൂടുതൽ വ്യക്തമാകണമെങ്കിൽ 2ാം പ്രതി മാർട്ടിന്റെ വെളിപ്പെടുത്തൽ കേട്ടാൽ മതി. ആ വെളിപ്പെടുത്തൽ ദിലീപ് ഫാൻസ് പോലെ ഇവിടെ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടാണ് അഖിൽമാരാർ അത് പൊക്കി പിടിച്ചു വരുന്നത്. ഈ 2ാം പ്രതി മാർട്ടിൻ ഉണ്ടാക്കിയ കഥ തള്ളു കഥ എന്നുള്ളത് ഇവിടെ ആർക്കാണ് അത് കാണുമ്പോൾ മനസ്സിലാവാത്തത്? ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാക്കും. ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടല്ല അഖിൽമാരാറെ, അതുകൊണ്ടാണ്. ബാക്കി വെച്ചു നോക്കാം. 8 കേസിൽ പ്രതിയായ പൾസർ സുനി പറയുന്ന കള്ളമൊഴികളെക്കാളും വ്യക്തതയുണ്ട് ഒരു പെറ്റി കേസ് പോലും പ്രതിയായിട്ടില്ലാത്ത ഡ്രൈവർ മാർട്ടിൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. ആര് വ്യക്തമാക്കിയതാണെങ്കിലും പറയുന്നത് കള്ളാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കൂല. അത് 8 കേസിലെ പ്രതിയാണെങ്കിലും ഒരു പെറ്റി കേസ് ഇല്ലാത്തവനാണെങ്കിലും ശരി. താൻ വല്ലാണ്ടെങ്കിൽ മാർട്ടിനെ വെളുപ്പിക്കാൻ നോക്കലാക്കില്ലേ. നീ ബാക്കി പറഞ്ഞാലും വിധി പുറത്തു വന്ന് ജനം ചർച്ച ചെയ്യുമെന്ന് കണ്ടപ്പോൾ അതിജീവിതയും ടീമും വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇറങ്ങിയത് പോലും വ്യക്തമായ പ്ലാനിംഗ് ആണ്. അതെ, അതിജീവിതം ഇതേമാതിരി ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇറങ്ങിയത് വ്യക്തമായ പ്ലാനിംഗ് ആണ്. പക്ഷെ ദിലീപ് അതിജീവിതക്കെതിരെ ചെയ്തതൊന്നും വ്യക്തമായ പ്ലാനിംഗ് അല്ല. പിന്നെ മാത്രവുമല്ല, വിധി കഴിഞ്ഞ് ദിലീപ് പുറത്തിറങ്ങിയ സമയത്ത് ആദ്യമായി സംസാരിച്ചത് മഞ്ജു വാര്യർക്കെതിരെയാണ്. അതൊന്നും പ്ലാനിംഗ് അല്ലായിരിക്കും അല്ലേ? താൻ ആരെയാണ് വെളുപ്പിക്കുന്നത് അഖിൽമാരാറെ? എനിക്ക് മനസ്സിലാവുന്നില്ല.
ബാക്കി വായിച്ചു നോക്കാം. ചുമക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറെ കെട്ടിച്ചമച്ച തെളിവുകളുമായി പോയാൽ ഹൈക്കോടതി ഇതെടുത്ത് ദൂരെ എറിയുമെന്ന് ഇവൾക്കറിയാം. പക്ഷെ കഴിഞ്ഞ 8.5 വർഷം കളിച്ച നാറിയ അതേ കളി കുറെ നാൾ ഹൈക്കോടതിയുടെ പേരിൽ തുടരാം. ഒരു നാറിയ കളിയില്ല. പോരാട്ടം ഇനിയും തുടരും. ഇവിടെ നടിക്ക് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. അതിൽ നീ എന്തൊക്കെ പറഞ്ഞ് എതിർത്തിട്ടും കാര്യമില്ല അഖിൽമാരാറെ. ഇവിടെ ദിലീപ് എങ്ങനെയാണ് കീഴ്ക്കോടതിയിൽ വിജയിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പണവും പിടിപാടും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ നിയമത്തെ വിലക്ക് എടുക്കാൻ പറ്റും. അത് ദിലീപ് തന്നെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാണ്ട് പറയുന്നു വേണ്ട. ബാക്കി വായിച്ചു നോക്കുന്നാലും. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, നാളിതുവരെ ഞാൻ പറഞ്ഞത് സത്യമാണെന്നും നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ, അതിന്റെ ഉള്ളിൽ സത്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിരോധം തോന്നിയ ഒരുവനെ ഇല്ലാതാക്കാൻ ഒരു പെണ്ണ് കളിച്ച കളിയാണിത്. നിങ്ങളുടെ പിന്തുണയുടെ ഒരു തരി പോലും ഇതിന് പിന്നിലുള്ള വിഷയങ്ങൾക്ക് കൊടുക്കരുത്. ഇതാണ് അഖിൽമാരാരുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. വിരോധം തോന്നിയ ഒരുവനെ ഇല്ലാതാക്കാൻ ഒരു പെണ്ണ് കളിച്ച കളിയാണ് പോലും ഇത്. ഇതാണ് ഇവൻ അതിജീവിതയെ കുറിച്ച് പറഞ്ഞു വെച്ച തോന്നിവാസങ്ങൾ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഡെമോ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പീഡനത്തിന്റെ ഡെമോ? ഇത്രയൊക്കെയാണ് സുഹൃത്തുക്കൾ ഇവന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്. ഇപ്പോഴെങ്കിലും അഖിൽമാരാറെന്നും പറഞ്ഞ് തലക്കേറ്റി നടക്കുന്ന കുറെ തീട്ടങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഉള്ളത് പറയാലോ, വന്ന് വമ്പൻ അഹങ്കാരമായിട്ട് മാറിക്കണം അഖിൽമാരാറ്. ഒരു കാലത്ത് എനിക്ക് അഖിൽമാരാറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകെ എന്തും വിളിച്ചു പറയാം, അത് വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ട് എന്ന് കണ്ടപ്പോ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാണ് ആശാന്. അതിനിടയിൽ കൂടെ പുള്ളിക്കാരൻ ഞാൻ എന്തോ ബുദ്ധിജീവിയാണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ തത്വങ്ങൾ അങ്ങ് വിളമ്പും. എന്നിട്ട് അത് കണ്ട് കുറയണം ഇങ്ങനെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതും. അതുവഴി ഇങ്ങനെ എന്ത് പറഞ്ഞാലും കണ്ണടിച്ച് കുറയണം വിശ്വസിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും ഇത്തരക്കാരുടെ പിന്നാലെ പോകരുത് എന്നൊരു അപേക്ഷയാണ് പൊതുജനത്തോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, പക്കാ വിക്ടിം ബ്ലെയിമാണ് അഖിൽമാരാർ നടത്തിയിട്ടുള്ളത്. ഇവിടെ അഖിൽമാരാറിന് ദിലീപിനോടുള്ള കൂറ് എല്ലാവർക്കും മനസ്സിലാകും. അത് വെച്ച് ദിലീപിനെ സപ്പോർട്ട് ചെയ്തോ? പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലടേ. ഒരാൾ വിക്ടിം ബ്ലെയിം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ എഴുതി വിടുമ്പോൾ ഈ മനുഷ്യനൊരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? നിന്റെ വീട്ടിലെ ഭാര്യക്കും കുട്ടിയേക്കുമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇതിങ്ങനെ എഴുതി വിടുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തനല്ല എന്ന് നിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അഖിൽമാരാർ. എനിക്കൊന്നും അങ്ങോട്ട് ദേഷ്യം തീരുന്നില്ല. എത്ര പറഞ്ഞാലും അങ്ങോട്ട് തീരുന്നില്ല. ഇവനെ പോസ്റ്റ് കണ്ടെന്തോ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന പോലെ എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് അല്ലെ? അങ്ങനെയുള്ള ഒരുത്തനെ ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ അഖിൽമാരാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കുറ്റവും പറയാനില്ല. അഖിൽമാരാർ അത് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, നമുക്ക് നമ്മുടെ ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ശ്രീലക്ഷ്മി അറക്കലിന് സമാനമായിട്ടുള്ള നിലപാടാണ് ഇപ്പൊ ഭാഗ്യലക്ഷ്മിയും എടുത്തിട്ടുള്ളത്. ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം മുമ്പ് ഇന്റർവ്യൂ നൽകിയ ആളാണല്ലോ ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം വേടന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കറും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെന്തായാലും കണ്ടോക്കാം. ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, 2 അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടും അല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഈ ഒരു വിഷയത്തിൽ ദിലീപിനെയും ഒരു വേറെയും ഇല്ല. ഇവിടെ ദിലീപും കണക്കാണ്, വേടനും കണക്കാണ്. രണ്ടും ഒരേ ചരടിൽ കൂട്ടിക്കെട്ടേണ്ട സാധനങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേടൻ ഒരുപാട് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിക്കുന്നു. വേറൊരുത്തൻ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുന്നവർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ദിലീപിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ അതിജീവിതക്കൊപ്പമാണ്, വേടന്റെ കാര്യം വരുമ്പോൾ നമ്മൾ വേടനൊപ്പമാണെന്ന് നിലപാടെടുക്കുന്നത് അത് ഇരട്ടത്താപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ അത് സെലക്റ്റീവായി നടി
അനുകൂലികൾ മാത്രമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ കാര്യത്തിൽ വരുമ്പോൾ സപ്പോർട്ടും അല്ലാത്ത കാര്യത്തിൽ വരുമ്പോൾ എതിർപ്പും അല്ലെ. ഇതൊക്കെയാണ് ഭാഗ്യലക്ഷ്മിയുടെയും ശ്രീലക്ഷ്മി അറക്കലുടെയും ഒക്കെ നിലപാടെന്ന് പറയുന്നത്. ഉള്ളത് പറയാലോ, ഇതെല്ലാം പ്രഹസനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ദിലീപിന്റെ സിനിമയായിട്ടുള്ള രാമലീല 2 കൊല്ലം മുന്നേ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഫെഫ്ക എന്ന് പറയുന്ന സിനിമാക്കാരുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റോ സെക്രട്ടറി എങ്ങാനുമാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നത്. അന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി ദിലീപ് സിനിമകളെ കുറിച്ചെടുത്ത നിലപാട് നമുക്കൊന്ന് കേട്ടോക്കാം. ആണോ രാമലീല എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നാളെ ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ്. കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പോവും, തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമില്ല. ഇപ്പം നാളെ തന്നെ പോയി ഇടിയും തള്ളിൻ്റെ ഇടയിലൊന്നും എനിക്ക് കാണാനൊന്നും വയ്യ. അതുകൊണ്ടാണ് പൊതുവേ ഏത് സിനിമ ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റ് ഷോ കാണുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ കാണും. ഞാൻ ആ സിനിമ മാത്രമല്ല, നാളെ ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ കാണും. എന്തുകൊണ്ട്? ചേട്ടാ, ഞാനൊരു സിനിമ പ്രവർത്തകയാണ്. ഇതെല്ലാത്തിനും അപ്പുറം ഇത് ഞങ്ങളുടെ കൂടെ, അതായത് ഞാൻ ഫെഫ്കയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു തൊഴിലാളിയുടെ സിനിമയാണ്. ഒരുപാട് തൊഴിലാളികൾ അതിലുണ്ട്. ഇതിനെ ഒരാളുടെ സിനിമ ഒരു കാലത്തും ഇപ്പം ഇങ്ങനെ ഒരു നടിയുടെ ഇഷ്യൂ വെച്ചുകൊണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത്. അതായത് ഈ നടിയുടെ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആ നടൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു മുദ്രകുത്തലുണ്ട്. പണ്ടും എനിക്ക് ഇന്ന നടൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിനിമയും കാണാൻ പോകാറില്ല. എങ്ങനെ ഇരിക്കുന്നു ഒരു സംവിധായകൻ്റെ, അത് പുതിയ സംവിധായകനാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ആകാംക്ഷയുണ്ടായിരിക്കും. 5 വർഷം കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ആ സിനിമയിൽ പ്രവർത്തിച്ച് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു 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 ഒന്നടങ്കം തൊഴിലാളികളെ, ടെക്നീഷ്യൻസിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കാണും. അതാണ് അന്നെടുത്ത നിലപാടാണ്. പക്ഷെ ഇന്നെടുത്ത നിലപാട് അതിന് ഓപ്പോസിറ്റ്. കാരണം എന്താണ്? അന്ന് ഫെഫ്കന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇന്നാണെങ്കിലോ ഫെഫ്കന്ന് രാജിവെച്ചല്ലോ. അപ്പൊ അങ്ങനെ രാജിവെച്ച വേളയിൽ ഇനി അങ്ങോട്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാം അല്ലെ. അതാണ് രാമലീല സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ദിലീപ് പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ സ്വന്തക്കാരനായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ സ്വന്തക്കാരനല്ല. അതുകൊണ്ട് ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കാം അല്ലെ. ഇതാണ് ഇവരുടെയൊക്കെ നിലപാടെന്ന് പറയുന്നത്. ഈ എരക്കൊപ്പെന്നും പറഞ്ഞ് ഇവർ തള്ളുന്നത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഈ ബബ്ബബ്ബ സിനിമയുടെ ഭാവി ഇനി മുന്നോട്ട് എന്താകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ദിലീപിന്റെ പുതിയ സിനിമ ആയിട്ടുള്ള ബബ്ബബ്ബ സൂപ്പർ ഹിറ്റായി മാറുമോ, അതെങ്കിലും ഫ്ലോപ്പായി മാറുമോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.